മറ്റത്തൂരിൽ കോൺഗ്രസിന് കോൺഗ്രസുകാരുടെ വക ഷോക്ക്. മറ്റത്തൂരിൽ കോൺഗ്രസ് മെമ്പർമാർ കൂട്ടത്തോടെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. ആകെയുള്ള 8 കോൺഗ്രസ് മെമ്പർമാരും രാജിവെച്ച് BJPയുമായി ചേർന്ന് സഖ്യമുണ്ടാക്കുകയും ഭരണത്തിലെത്തുകയും ചെയ്തു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജയിച്ച ടെസി ജോസ് കല്ലറയ്ക്കലിനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. കോൺഗ്രസിൽ നിന്ന് ജയിച്ച 8 കോൺഗ്രസ് മെമ്പർമാരും BJPയിലെ 4 അംഗങ്ങളിൽ 3 പേരുടെ വോട്ട് ലഭിച്ച് 12 വോട്ട് നേടിയാണ് ജയിച്ചത്. ഒരു BJP അംഗത്തിന്റെ വോട്ട് അസാധുവായി. സ്വതന്ത്രനായി വിജയിച്ച KR ഔസേഫിന് ആകെ 11 വോട്ടാണ് ലഭിച്ചത്. ഇതിൽ 10 വോട്ട് LDF അംഗങ്ങളുടേതാണ്. കോൺഗ്രസ് വിമതനായി മത്സരിച്ച് ജയിച്ച സ്വതന്ത്ര അംഗത്തെ കൂട്ടുപിടിച്ച് ഭരണം ഉറപ്പാക്കാൻ LDF നീക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിത നീക്കമുണ്ടായത്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയോടും സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരോടും നേതൃത്വം കാണിച്ച നീതികേടിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മറ്റത്തൂർ പഞ്ചായത്തിൽ ഉണ്ടായിരിക്കുന്നത് വലിയൊരു അട്ടിമറിയാണ്. ഇന്ന് രാവിലെ 10:30 വരെ ഒരു നിശബ്ദ പോരാളിയായിരുന്ന വാർഡ് 4-ൽ നിന്ന് ജയിച്ച ടെസി ജോസ് കല്ലറയ്ക്കലാണ് മറ്റത്തൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പദവിയിലേക്ക് വരുന്നത്. തീർത്തും അപ്രതീക്ഷിതമായ ഒരു നിയോഗമായിരുന്നു. എന്താണ് ഈ നിമിഷത്തിൽ തോന്നുന്നത്? അതെ, ഞാൻ ഒരിക്കലും ഈ സ്ഥാനത്തേക്ക് വരുമെന്ന് വിചാരിച്ചിരുന്നില്ല. കാരണം അത്രയും പ്രതിസന്ധികളായിരുന്നു ഞാൻ നേരിട്ടിരുന്നത്. പക്ഷേ എനിക്കൊപ്പം എല്ലാവരും നിന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നിൽക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഞാൻ നല്ലൊരു ഭരണം കാഴ്ചവെക്കും എന്ന് ഉറപ്പ് തരുന്നു. ഇപ്പോ ടെസിജിക്ക് വോട്ട് ചെയ്ത ടെസിജി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് വാർഡിൽ നിന്ന് വിജയിച്ചത്. ഇവിടെയും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. ടെസിജിക്ക് വോട്ട് ചെയ്ത മെമ്പർമാരെ എല്ലാവരും പറഞ്ഞത് ഒരു LDFന്റെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് ടെസി ജോസിനെ ഞങ്ങൾ വിജയിപ്പിച്ചത് എന്നാണ് പറയുന്നത്. ആ അർത്ഥത്തിൽ ടെസിജിയുടെ ലക്ഷ്യം അത് തന്നെയായിരുന്നു. അവരുടെ ദുർഭരണം നമുക്ക് മടുത്തു, ജനങ്ങൾക്ക് മടുത്തു. അതുകൊണ്ടായിരിക്കാം എന്നെ അവർ ഇതിലേക്ക് തിരഞ്ഞെടുത്തത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ കടമകൾ നിർവഹിക്കും, ഉറപ്പ്. ഇപ്പോ എല്ലാ മെമ്പർമാരും പറയുന്നത് എല്ലാവർക്കും അനുകൂലമാകാവുന്ന തരത്തിൽ എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരു നയമാകും ടെസി ജോസ് കല്ലറയ്ക്കൽ സ്വീകരിക്കുക എന്നതാണ് അവരുടെയൊക്കെ ഒരു പ്രതീക്ഷ. ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ടെസി ചേച്ചി പ്രതിനിധാനം ചെയ്യുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ടെസിജിയെ തിരിച്ചു വിളിക്കുകയും ആ ഒരു പാർട്ടിയുടെ അംഗമാകാൻ ക്ഷണിക്കുകയും ചെയ്താൽ എന്ത് തരത്തിലായിരിക്കും ടെസിജിയുടെ നിലപാട്? എന്തായിരിക്കും? അത് ഞാനിപ്പോഴും സ്വതന്ത്ര, എന്നാലാണ് എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എപ്പോഴും ഞാൻ സ്വതന്ത്രയായതുകൊണ്ടാണല്ലോ എനിക്ക് അവർ വോട്ട് ചെയ്ത് സഹായിച്ചത്. അപ്പോൾ എല്ലാവരുടെ കൂടെ ഒപ്പമുണ്ടാവും, എല്ലാ നല്ല പ്രവർത്തനങ്ങളും കാഴ്ചവെക്കും. ഏതായാലും എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. നമ്മൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് NCTV പറഞ്ഞിരുന്നു, പല പേരുകളും പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ NCTV ഒരു വരി കൂടി ചേർത്ത് പറഞ്ഞിരുന്നു ചില അപ്രതീക്ഷിത പേരുകളും ഉണ്ടാകാം. തീർത്തും അപ്രതീക്ഷിതമായി തന്നെയാണ് വാർഡ് 4-ൽ നിന്ന് വിജയിച്ച ടെസി ജോസ് കല്ലറയ്ക്കൽ മറ്റത്തൂർ പഞ്ചായത്തിന്റെ സാരഥിയായി വരുന്നത്. തുടർന്നുള്ള ഭരണ നിർവഹണത്തിൽ എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുകയാണ്. വിജയാശംസകൾ. മറ്റത്തൂർ പഞ്ചായത്തിൽ അപ്രതീക്ഷിത നീക്കങ്ങളിലൂടെയാണ് പ്രസിഡന്റ് സ്ഥാനം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ മറ്റത്തൂർ പഞ്ചായത്ത് 3-ാം വാർഡിൽ നിന്ന് വിജയിച്ച BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച അതുൽ കൃഷ്ണയാണ് നമ്മോടൊപ്പം ഉള്ളത്. നമുക്കറിയാം, സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധേയമായ പല നീക്കങ്ങളും നടത്തിയ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരാൾ കൂടിയാണ് അതുൽ കൃഷ്ണ. ഇപ്പോൾ മറ്റത്തൂർ പഞ്ചായത്തിൽ നിങ്ങൾക്ക് ഒരു വ്യക്തമായ ഭരണം രൂപീകരിക്കാൻ കഴിയില്ല എന്നൊരു സാഹചര്യം വരുമ്പോൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണച്ചുകൊണ്ട് LDFനെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നത് തന്നെയായിരുന്നു BJPയുടെ ലക്ഷ്യം. തീർച്ചയായിട്ടും നമ്മുടെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഏതൊരു ജനത്തിൻ്റെ അടുത്ത് ചോദിച്ചാലും ഈ 23 വർഷക്കാലം ഇവിടെ CPM ഭരിക്കുന്നത്. ഈ ഒരു ഭരണം മാറണം, ഭരണവിരുദ്ധ വികാരമാണ് ഈ മറ്റത്തൂരിലുണ്ടായത്. ആ വികാരം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സ്വതന്ത്രം നമ്മൾ പിന്തുണ പ്രഖ്യാപിച്ചത്. പാർട്ടിയുടെ ഒരു ഏകപക്ഷീയമായ തീരുമാനം തന്നെയായിരുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുക എന്നത്. ഇനി ഏതെങ്കിലും തരത്തിൽ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥി അത് സ്വതന്ത്രയായി തന്നെ തുടരും എന്ന ഒരു ഉറപ്പ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥി സ്വതന്ത്രമായിട്ട് തന്നെ തുടരും എന്നുള്ള ഉറപ്പ് നമുക്ക് ലഭിച്ചിട്ട് തന്നെയാണ് നമ്മൾ പിന്തുണ പ്രഖ്യാപിച്ചത്. പാർട്ടിയുടെ ഏകമായ തീരുമാനം തന്നെയാണ്, ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് പാർട്ടിയുടെ. ഇനി വരും നാളുകളിൽ ഈ ഒരു സ്വതന്ത്രയുടെ പിന്തുണയോടെ പഞ്ചായത്തിൽ നിങ്ങൾ മറ്റ് ഏതെങ്കിലും സ്ഥാനങ്ങളിലേക്ക് BJP മെമ്പർമാർ വരാനുള്ള ഒരു സാധ്യതയുണ്ടോ? നമ്മൾ സ്ഥാനമാനങ്ങളിലപ്പുറം ജനങ്ങൾക്ക് കാര്യങ്ങൾ എത്തണം. അത് ഏകപക്ഷീയമായിട്ടല്ല, എല്ലാവർക്കും അർഹതപ്പെട്ട രീതിയിൽ തന്നെ എത്തണം. അതാണ് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം.
ഏതായാലും 4 BJP മെമ്പർമാരുടെയും പിന്തുണ കൂടി സ്വതന്ത്രയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ടെസി ജോസ് കല്ലറക്കലാണ് മട്ടത്തൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുമ്പോൾ അത് BJPയുടെ കൂടി പിന്തുണ ആ സ്വതന്ത്രയ്ക്ക് ലഭിച്ചു എന്നതാണ് മട്ടത്തൂരിനെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമാക്കുന്നത്. വളരെ ആകസ്മികമായിട്ടാണ് നമ്മുടെ ടെസി ചേച്ചി നമ്മുടെ പ്രസിഡന്റ് കാൻഡിഡേറ്റായിട്ട് UDF അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും കാത്തിരുന്നത് ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മുടെ UDFന്റെ ഒരു പ്രതിപക്ഷ നേതാവായിരുന്ന അല്ലെങ്കിൽ കോൺഗ്രസിൽ എത്രകാലം ഉറച്ചു നിന്നിരുന്ന അവസരക്കേട്ടനെയായിരുന്നു നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ അദ്ദേഹം ഈ അവസാന സമയത്ത് ഞങ്ങൾക്കൊരു വലിയൊരു പ്രഹരം നൽകിയ പോലെയാണ് ഞങ്ങളിൽ നിന്ന് മാറി മറ്റൊരു സ്ഥലത്ത് പ്രസിഡന്റായിട്ട് നിൽക്കാൻ അല്ലെങ്കിൽ 5 വർഷവും പ്രസിഡന്റ് ആക്കാം എന്നുള്ള വാഗ്ദാനത്തിന്റെ പുറത്താണ് അദ്ദേഹം ഈ UDFിനുമായി ചേർന്ന് നിൽക്കും എന്ന് വിചാരിച്ചിരുന്ന അവസരത്തിൽ മാറിപ്പോയത്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും UDFിന്റെ ആൾക്കാർ മുഴുവൻ നമ്മുടെ UDFിന്റെ മെമ്പർമാർ മുഴുവൻ ഒരു സ്വതന്ത്രയായിട്ട് മത്സരിച്ച ടെസി ചേച്ചിയെ ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മുടെ ടെസി ചേച്ചിക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ടെസി ചേച്ചിയെ പ്രസിഡന്റായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. തീർച്ചയായിട്ടും അതിന് വോട്ട് ചെയ്ത എല്ലാവരും നമ്മുടെ എല്ലാ മട്ടത്തൂർ പഞ്ചായത്തിൽ ഉണ്ടായത് തികച്ചും അപ്രതീക്ഷിതമായ നാടകീയമായ നീക്കങ്ങളായിരുന്നു. രാഷ്ട്രീയത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നതാണോ, അല്ലെങ്കിൽ ഇതാണോ രാഷ്ട്രീയം, അല്ലെങ്കിൽ ഇതാണ് രാഷ്ട്രീയം എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകളിൽ മട്ടത്തൂർ പഞ്ചായത്ത് നിറയുന്നത്. ഏതായാലും മട്ടത്തൂർ പഞ്ചായത്തിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ടും ഭരണം നഷ്ടപ്പെടുകയായിരുന്നു LDFന്. എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത് കൊടകര CPM കൊടകര ഏരിയ കമ്മിറ്റി അംഗവും ഒപ്പം മട്ടത്തൂർ പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയും കൂടി ഉണ്ടായിരുന്ന ശ്രീ MR രഞ്ജിത്താണ്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി 10 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി എത്തിയത് LDF ആണ്. ഒരു തുടർ ഭരണം LDFനെ ഉണ്ടാകരുത് എന്ന രീതിയിൽ മറ്റ് പാർട്ടികൾ ഒന്നിക്കുകയായിരുന്നു. തീർച്ചയായും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മട്ടത്തൂർ പഞ്ചായത്തിനകത്ത് CPMന് LDFന് 10 സീറ്റും 8 സീറ്റ് UDFും 4 സീറ്റ് NDAയും 2 പേർ സ്വതന്ത്ര എന്ന നിലയിലാണ് അവിടെ ജയിച്ചു വന്നത്. CPIM ഇടതുപക്ഷം 2005 മുതൽ തുടർച്ചയായി മട്ടത്തൂർ പഞ്ചായത്തിനകത്ത് ഭരണം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈ ഭരണത്തിന് തുടർച്ചയുണ്ടാവണമെന്നാണ് LDF കരുതിയത്. അതിന്റെ ഭാഗമായി ഏറ്റവും ഒറ്റകക്ഷിയായ CPIM ഈ ഭരണത്തിനകത്ത് സുസ്ഥിരമായ ഭരണം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാഴ്ചപ്പാടിന്റെ ഭാഗമായി തികച്ചും സ്വതന്ത്രമായി മത്സരിച്ച് വിജയിച്ച ശ്രീ KR ഔസേപ്പിന് നിരുപാധികമായ പിന്തുണയാണ് CPIM പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നൽകിയത്. ഇതിനകത്ത് വേറെ ഒന്നും കാണാൻ വേണ്ടി കഴിയില്ല. എന്നാൽ അപ്പുറത്ത് മതനിരപേക്ഷതയുടെ പ്രധാനപ്പെട്ട മുഖമായി അറിയപ്പെടുന്ന ഇന്ത്യൻ രാഷ്ട്രീയ കോൺഗ്രസ് 8 പേർ കൈപ്പത്തി ചിഹ്നത്തിലാണ് മത്സരിച്ച് ജയിച്ചു വന്നത്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് മഹാത്മാഗാന്ധിയുടെ പേര് പോലും പറയുന്നത് അസഹിഷ്ണുത കാണുന്ന RSSുമായി ചേർന്ന് കോൺഗ്രസ് 8 പേർ രാജിവെച്ച് BJPയുമായി ചേർന്ന് മട്ടത്തൂർ പഞ്ചായത്ത് ഭരണത്തിനകത്ത് അവിശുദ്ധമായ രാഷ്ട്രീയ കുറ്റകൃത്യമുണ്ടാക്കി ഈ ഭരണത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടത്തിയതെന്നാണ് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഇത് ഇന്ത്യയുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നാളിതുവരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഗതിയായിട്ടാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. തീർച്ചയായും ക്രിസ്മസ് പോലെയുള്ള വളരെ ലോകമെങ്ങും ആചരിക്കുന്ന ഉത്സവത്തിനകത്ത് കരോൾ സംഘത്തെ ആക്രമിക്കപ്പെടുന്നു, പള്ളികൾ ആക്രമിക്കപ്പെടുന്നു, മതനിരപേക്ഷതകൾ ആക്രമിക്കപ്പെടുന്നു. അങ്ങനെ ഭയവിഹ്വലതയോട് കൂടിയിട്ടാണ് ഇന്ത്യയിൽ ജനങ്ങൾ ജീവിക്കുന്നത്. തീർച്ചയായും മതനിരപേക്ഷ സമൂഹത്തെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നതിന് പകരം കോൺഗ്രസ് RSSുമായി ചേർന്നുകൊണ്ടാണ് ഈ ഭരണത്തെ അട്ടിമറിക്കപ്പെട്ടത്. ഇതിനകത്ത് വലിയ തോതിലുള്ള പണം ഒഴുക്കിക്കൊണ്ടാണ് ഈ സംഗതികൾ നടന്നിട്ടുള്ളത്.
ഈ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല മറ്റ് വാർഡ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും ഇത്തരത്തിലൊരു കോൺഗ്രസ് BJP സഖ്യം ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് സംശയിക്കാൻ പറ്റുമോ? കാരണം നമുക്കറിയാം LDF മികച്ച വികസനം നടത്തിയെന്ന് അവകാശപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഒരു മികച്ച പഞ്ചായത്തായി മറ്റത്തൂർ പഞ്ചായത്ത് ദേശീയ അവാർഡുകളൊക്കെ നേടിയ ഒരു പഞ്ചായത്തായി മാറ്റപ്പെട്ട ഒരു അവസരത്തിൽ ഒരു വ്യക്തമായൊരു ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ LDFന് കഴിഞ്ഞില്ല. അത് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും LDFും അല്ലെങ്കിൽ UDFും BJPയും തമ്മിൽ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പുകൾ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് ശ്രീമാൻ K മുരളീധരൻ തൃശ്ശൂർ മത്സരിച്ചപ്പോൾ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. സുരേഷ് ഗോപി വിജയിക്കപ്പെട്ടു. ആ വിജയത്തിനകത്ത് കോൺഗ്രസിന്റെ വോട്ട് BJPക്ക് പോയിട്ടുണ്ട് എന്ന് അവർ തന്നെ വെളിവാക്കപ്പെടുന്ന സാഹചര്യം നമ്മളെല്ലാവരും കണ്ടതാണ്. ആ കൊടുക്കൽ വാങ്ങൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനകത്തും കാണാൻ വേണ്ടി കഴിയും. CPMന്റെ LDFന്റെ 5 വാർഡുകൾ കേവലം 50 താഴെ വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയെങ്കിലും LDFനെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പല വാർഡുകളിലും സൂക്ഷ്മമായി അവരുടെ വോട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ വേണ്ടി കഴിയും. പല വാർഡുകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ഷെയറുകൾ കൊടുത്തിട്ടുണ്ട് എന്നാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. ആ ബാന്ധവം പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനകത്തും അനാവൃതമായി കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ഇപ്പോൾ കെയർ ഔസേപ്പിന് LDF നിരുപാധിക പിന്തുണ കൊടുക്കുകയായിരുന്നു. ഇപ്പോൾ ഭരണം പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെ വരും നാളുകളിൽ കെയർ ഔസേപ്പ് LDFനൊപ്പം തന്നെ നിൽക്കും. ഒരു സീറ്റിന്റെ മാത്രം ഭൂരിപക്ഷത്തിലാണ് ഇപ്പോൾ പ്രസിഡന്റായി, അതും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടുള്ളത്. അപ്പോൾ കെയർ ഔസേപ്പിന്റെ പിന്തുണ ഇനിയും LDFനൊപ്പം ഉണ്ടാകുമോ? തികച്ചും ക്രിയാത്മകമായ പ്രതിപക്ഷമായി CPM LDF മറ്റൊരു പഞ്ചായത്തിനകത്ത് മുന്നോട്ട് പോകും. ഏതായാലും മറ്റത്തൂർ പഞ്ചായത്തിൽ നാടകീയമായ നീക്കങ്ങളായിരുന്നു ഇന്ന് രാവിലെ മുതൽ നമ്മൾ കണ്ടത്. ഒരുപക്ഷെ സംസ്ഥാന രാഷ്ട്രീയം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു പഞ്ചായത്തായി മറ്റത്തൂർ പഞ്ചായത്ത് മാറുകയായിരുന്നു. കഴിഞ്ഞ 5 വർഷം സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ നേടിയാണ് മറ്റത്തൂർ പഞ്ചായത്ത് ശ്രദ്ധ ആകർഷിച്ചതെങ്കിൽ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ രാഷ്ട്രീയത്തിനകത്തുണ്ടായ വലിയ വ്യതിയാനങ്ങളാണ് മറ്റത്തൂർ പഞ്ചായത്തിനെ ശ്രദ്ധാകേന്ദ്രമാക്കുന്നത്. ഏതായാലും തുടർച്ചയായ 20 വർഷത്തിലധികം നീണ്ട ഭരണം LDFന് നഷ്ടപ്പെടുമ്പോൾ അത് UDF BJP അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഫലമെന്നാണ് LDF നേതൃത്വം വ്യക്തമാക്കുന്നത്. മറ്റത്തൂർ പഞ്ചായത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്രതീക്ഷിതമായ നീക്കങ്ങളാണ്, അപ്രതീക്ഷിതമായ വാർത്തകളാണ് മറ്റത്തൂർ പഞ്ചായത്തിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മറ്റത്തൂരിന്റെ സ്വന്തം ചന്ദ്രേട്ടനാണ്. എന്താണ് മറ്റത്തൂർ പഞ്ചായത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മറ്റത്തൂർ പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 10 സീറ്റ് UDFനും 10 സീറ്റ് LDFനും 4 സീറ്റ് BJPക്കുമാണ് കിട്ടിയത്. UDFന് കിട്ടിയ 10 സീറ്റിൽ 2 സ്വതന്ത്രരായിരുന്നു. ആ 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളിൽ ഒരാളായിരുന്ന കെയർ ഔസേപ്പ് മുൻ മണ്ഡലം പ്രസിഡന്റ് കൂടെയാണ് അദ്ദേഹത്തെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാൻ UDF തീരുമാനിച്ചത്. പാർലമെന്ററി പാർട്ടി ലീഡറായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തതും അങ്ങനെ തന്നെയാണ്. ഇന്നലെ വരെ അദ്ദേഹത്തെ മുൻനിർത്തിയാണ് UDF എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായി ഇന്ന് രാവിലെ UDFന്റെ മറ്റ് മെമ്പർമാർ 9 പേരും വന്ന സമയത്താണ് ഔസേപ്പ് മറുപക്ഷത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സ്വാഭാവികമായും അതിൽ പ്രതിഷേധമുണ്ടായ മറ്റ് UDFന്റെ മെമ്പർമാർ അവർ തത്സമയം തന്നെ ഒരു പുതിയ തീരുമാനത്തിലേക്ക് എത്തുകയും വൈസ് പ്രസിഡന്റായി തീരുമാനിച്ചിരുന്ന ടെസ്സി ജോസിനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിക്കുകയും ആ പ്രസിഡന്റ് സ്ഥാനാർത്ഥി 12 വോട്ടുകൾ നേടി വിജയിക്കുകയും ചെയ്തു. ഈ ടെസ്സി ജോസ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. കെയർ ഔസേപ്പ് എന്തുകൊണ്ടായിരിക്കാം കോൺഗ്രസിൽ നിന്ന് മാറി LDFിലേക്ക് പോകാനുള്ളൊരു കാരണം? അതൊരു പ്രസിഡന്റ് സ്ഥാനത്തിന്റെ ഓഫർ വന്നതുകൊണ്ട് മാത്രമാകുമോ? LDFനെ സംബന്ധിച്ചിടത്തോളം ഈ പഞ്ചായത്തിൽ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കാനുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഭയപ്പെടുന്നു. LDF ആരെയൊക്കെ എന്തിനെയൊക്കെ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ സ്വാഭാവികമായും 50% സാധ്യത അവർക്ക് സ്വാഭാവികമായി ഉണ്ടായിരുന്നു. ആ സ്വാഭാവികമായി ഉണ്ടായിരുന്ന സാധ്യതയെ പോലും അവർ ഉൾക്കൊള്ളാതെ ഔസേപ്പിനെ വലിയ തുക കൊടുത്ത് വിലയ്ക്ക് വാങ്ങാൻ ശ്രമിച്ചതിൻ്റെ പിന്നിൽ CPMന്റെ ഭയം തന്നെയാണ്. മടിയിൽ കനമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് വഴിയിൽ ഭയമുണ്ടായത്. ആ ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരൊരു കോൺഗ്രസ് മെമ്പറെ വിലയ്ക്ക് വാങ്ങാൻ ശ്രമിച്ചത്. അതിൻ്റെ തിരിച്ചടി സ്വാഭാവികമായും മറ്റ് മെമ്പർമാർ കൊടുത്തു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അക്ഷരാർത്ഥത്തിൽ മറ്റത്തൂർ പഞ്ചായത്ത് ഭരണം UDFന് ലഭിച്ചു എന്ന് വാക്കുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുമോ? തീർച്ചയായും. കാരണം ജനവിധി
ജനവിധി എന്ന് പറയുന്നത് UDF അനുകൂലമായിരുന്നു. കഴിഞ്ഞ 15 വർഷം 20 വർഷം തുടർച്ചയായി മറ്റത്തൂർ പഞ്ചായത്ത് ഭരിച്ചിരുന്ന LDF ഈ പഞ്ചായത്ത് ഭരിക്കണ്ട എന്നുള്ളത് തന്നെയാണ് ജനവിധി. ആ ജനവിധി ഉൾക്കൊള്ളാൻ തയ്യാറാകാതിരുന്ന CPM-ന്റെ മാടമ്പിത്തരമാണ് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത്. UDF-ന് തീർച്ചയായും ഭരിക്കാൻ അവകാശമുണ്ട്. ആ അവകാശം തന്നെയാണ് UDF നേടിയെടുത്തിട്ടുള്ളത്. ഏതായാലും വർഷങ്ങളായുള്ള LDF ഭരണത്തിന് അറുതി വരുത്തിയാണ് മറ്റത്തൂർ പഞ്ചായത്തിൽ UDF ഭരണത്തിലേക്ക് വന്നു എന്നാണ് UDF അവകാശപ്പെടുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച ടെസി ജോസ് കല്ലറയ്ക്കലാണ് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിലേക്ക് എത്തുമ്പോൾ അത് UDF-ന്റെ വിജയമെന്നാണ് UDF നേതാക്കൾ അവകാശപ്പെടുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.